ഭാരത് സ്കാൻസ് അവതരിപ്പിക്കുന്നു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഡ്യുവൽ എനർജി 500 സ്ലൈസ് 4D സ്പെക്ട്രൽ CT സ്കാൻ. മറ്റുള്ളവയേക്കാൾ 10-1 മാത്രം റേഡിയേഷൻ വികിരണം, ഏറ്റവും കുറഞ്ഞ സമയത്തിലുള്ള സ്കാനിങ്ങുകൾ, HD ഇമേജിംഗ്, സുവ്യക്തമായ ചിത്രങ്ങൾ, കാർഡിയാക് CT സ്കാൻ 3 സെക്കൻഡുകൾക്കുള്ളിൽ, ലോഹനിർമ്മിത ഇംപ്ലാന്റുകൾ ശരീരത്തിൽ ഉള്ളവർക്കും ഫലപ്രദം. ഡ്യുവൽ എനർജി 500 സ്ലൈസ് 4D സ്പെക്ട്രൽ CT സ്കാൻ. ഭാരത് സ്കാൻസ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓഫ് ഭാരത് ഹോസ്പിറ്റൽ, തിരുനക്കര, കോട്ടയം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 0481258699 9744712000. നമസ്കാരം. ഭാരത് ഹോസ്പിറ്റൽ ഹെൽത്ത് ഡയറിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുവാൻ നമ്മളോടൊപ്പം ഭാരത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ പ്രവീൺ ജയൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ഭാരത് ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ആൻഡ് അഡൾട്ട് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. നമസ്കാരം സർ. സർ, ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ വളരെ ഫാസ്റ്റ് ആണല്ലോ ലൈഫ്. അപ്പോൾ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദം, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. സാർ, ഇതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? എന്താണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദം? ഈ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഹൃദ്രോഗമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 20%, അതായത് നമ്മൾ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 20 പേർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എസ്പെഷ്യലി 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ. സോ അതിനെക്കുറിച്ച് അറിയുന്നതും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചികിത്സാ രീതിയെക്കുറിച്ചും അറിയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എന്താണ് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും പമ്പ് ചെയ്ത് വിടുന്ന പ്രവർത്തനമാണ് ഹൃദയത്തിനുള്ളത്. രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നു. സോ ആ സമയത്ത് നമ്മൾ ഈ രക്തധമനികളിലൂടെ കടന്നു പോകുമ്പോൾ ആ രക്തധമനികളുടെ ഭിത്തികളിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തെയാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. സോ ഈ രക്തസമ്മർദ്ദം നമുക്ക് പല രീതിയിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. അതിന് സാധാരണയായി നമ്മുടെ എല്ലാ ക്ലിനിക്കിൽ പോയാലും കാണുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സ്പിഗ്മോമാനോമീറ്റർ. അതായത് ബ്ലഡ് പ്രഷർ നമുക്ക് എല്ലാ ഡോക്ടർമാരും ഒരു രോഗിയുടെ ബ്ലഡ് പ്രഷർ അറിയുന്നത് അതുവഴിയാണ് അറിയുന്നത്. അതിൽ പ്രധാനമായും നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകാം 2 വാല്യൂ നമ്മളെപ്പോഴും ഉണ്ടാകും. ഒരു മേലത്തെ ഒരു കമ്പണൻറ്റ്, അതിനെ നമ്മൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും, താഴത്തെ ഒരു കുറഞ്ഞ വാല്യൂ കാണും, അതിനെ നമ്മൾ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും പറയും. ഈ സിസ്റ്റോളിക് എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഹൃദയം പമ്പ് ചെയ്ത ബ്ലഡ് രക്തധമനിലേക്ക് പോകുന്ന ആ സമയത്തുള്ള ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദത്തെയാണ് നമ്മൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഹൃദയം പമ്പ് ചെയ്യാതെ ഇരിക്കുന്ന സമയം, അതായത് റിലാക്സ് ചെയ്യുന്ന സമയത്ത് രക്തധമനിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദത്തെയാണ് നമ്മൾ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സർ, ഈ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ഈ 2 വാല്യൂസും പ്രധാനമാണോ? ഹൈപ്പർ ടെൻഷനിൽ പ്രാധാന്യമുള്ളതാണോ? രണ്ടും 2 രീതിയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട വാല്യൂകളാണ്. അതായത് നോർമൽ ഒരു രോഗിയെ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പ്രഷർ നമ്മൾ പറയും 120/80. അതായത് മേലത്തെ പ്രഷർ 120-ന് താഴെയും താഴത്തെ ബ്ലഡ് പ്രഷർ 80-ന് താഴെയാണെങ്കിൽ നമ്മളൊരു നോർമൽ എന്ന് പറയും. പക്ഷേ അതൊരു 140, മേലത്തെ ബ്ലഡ് പ്രഷർ 140-ന് മേലെ പോകുന്നതോ അല്ലെങ്കിൽ താഴത്തെ വാല്യൂ 90-ന് മേലെ പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ രോഗിയെ ഹൈപ്പർ ടെൻഷൻ എന്ന് മുദ്ര കുത്തുന്നതായിരിക്കും. പിന്നെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ രോഗിയെ ഒരൊറ്റ വാല്യൂ കൊണ്ട് ഒരിക്കലും ഒരു രോഗിയെ നമ്മൾ ഹൈപ്പർ ടെൻസീവ് അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദമുള്ള ഒരാളാണ് എന്ന് മുദ്ര കുത്താൻ പാടില്ല. നമ്മൾ ആദ്യമായി ഒരു രോഗി ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ സമീപിക്കുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഉത്കണ്ഠ, ഒരു ആശുപത്രിയിൽ ചെന്നതിൻ്റെ ഒരു ടെൻഷൻ, ആൻസൈറ്റി, ഇതെല്ലാം ഉള്ളപ്പോൾ കുറച്ച് ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. സോ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 തവണയെങ്കിലും 3 പ്രാവശ്യമായി ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് 140-90 മേലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ തവണയും നമുക്ക് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ആ രോഗിക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിതമായ രക്തസമ്മർദ്ദം ഉള്ളതായി നമ്മൾ മുദ്ര കുത്തും അല്ലെങ്കിൽ ഡയഗ്നോസിസ് ആയിട്ട് നിങ്ങൾ പറയുന്നതാണ്. സർ, ഇങ്ങനെ 3 പ്രാവശ്യം ചെക്ക് ചെയ്ത് ഹൈപ്പർ ടെൻസീവ് ആണ് എന്ന് പറഞ്ഞതിന് ശേഷം ചികിത്സ ഉടനെ ആവശ്യമാണോ ഇങ്ങനെയുള്ള വ്യക്തികളിൽ?
നമ്മൾ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഒരു പേഷ്യൻറ്റിന് എന്തുകൊണ്ട് ബ്ലഡ് പ്രഷർ വന്നു എന്ന് നമ്മൾ ആദ്യം നോക്കും. അതായത് നമ്മൾ സാധാരണമായുള്ള കാരണങ്ങൾ, നമ്മൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കും. അതായത് സാധാരണയായി പ്രായം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതായത് വയസ്സ് കൂടുന്തോറും ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരും. അതായത് ഒരു 60 വയസ്സിന് മേലെയുള്ള ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഒരു 50% വരെ രോഗികൾ എന്ന് പറയാൻ കഴിയില്ല, 50% ആളുകൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് 75 വയസ്സിന് മേലെ പോവുകയാണെങ്കിൽ അത് 75% രോഗികൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഏജ് ഒരു പ്രധാന ഘടകമാണ് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രോബ്ലംസാണ്. അതായത് ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ് വ്യായാമക്കുറവ്. അതായത് നമ്മൾ പ്രോപ്പർ എക്സസൈസ് ഇല്ല, എല്ലാവരും ഇന്നാക്റ്റീവാണ്, എല്ലാവരും ബിസിയാണ്. സോ എക്സസൈസ് ഇല്ലായ്മയാണ് ഒരു പ്രധാന കാരണം. അതിൻ്റെ കൂടെ തന്നെ അമിതമായ വണ്ണം, അതായത് കൃത്യമായിട്ട് ആഹാര രീതിയിലുണ്ടാകുന്ന പ്രോബ്ലം, ജങ്ക് ഫുഡ്സ് കഴിക്കുക, സ്വീറ്റ്സ് കൂടുതൽ ഉപയോഗിക്കുക, ഓയിലടങ്ങിയ ഫുഡ്സ് കൂടുതൽ ഉപയോഗിക്കുക, വ്യായാമം ഇല്ലാതിരിക്കുക, ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്ക് പേഷ്യൻ്റ് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി വരും. അതൊരു പ്രധാന ഘടകമാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രമേഹമാണ്. നമ്മുടെ ഇന്ത്യ ഓൾമോസ്റ്റ് ഒരു ഡയബറ്റിക് ക്യാപിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് രോഗികളുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. അത് കേരളം പ്രധാനപ്പെട്ട അതുപോലെ പ്രോബ്ലം തന്നെയാണ്. അത് ബേസിക്കലി പേഴ്സണാലിറ്റി. അതായത് ചില രോഗികൾ വളരെയധികം ആൻഷ്യസ് ആയിരിക്കും. അവരുടെ ജീവിത വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ